എൻ്റെ പേരാണ് ഭീംരാജ്. അപ്പോൾ എന്താണ് ശ്രുതി ഫ്ലൂട്ട് ചെയ്യുന്ന ബിനിച്ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ സ്കെയിൽ ഫ്ലൂട്ടുകളും ചെയ്തു തന്നിട്ടുള്ളത്. ഒരു 12 സ്കെയിൽ ഫ്ലൂട്ട് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 12 സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ നേരിട്ട് വന്ന് ആണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇത് അതിൽ ഏറ്റവും നമ്മൾ 24 സ്കെയിലുള്ളതിൽ ഏറ്റവും വലിയ ലെങ്തുള്ള ഫ്ലൂട്ടാണിത്. സിയുടെ ബേസാണിത്. അപ്പോൾ ബാക്കിയുള്ള ബേസുകളൊക്കെ നമുക്ക് കാണാം. എടാ മൊബൈലൊന്ന് ഇതിലോട്ടൊന്ന് വെച്ചേ. ഇത് നമ്മൾ കണ്ടതാണ് സിയുടെ ബേസാണ്. അതുപോലെ സി ഷാർപ്പിൻ്റെ ബേസ് ഉണ്ട്. ഇത് ടിയുടെ ബേസാണ്. എഫിൻ്റെത് ജി ഷാർപ്പ്. ഇത് സി ഷാർപ്പിൻ്റെ ബേസ് ഫ്ലൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബേസ് വായിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ബിനിച്ചേട്ടൻ അത് വളരെയധികം ക്ലിയർ ചെയ്താണ് ചെയ്ത് തന്നിരിക്കുന്നത്. ഹോളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത ഫ്ലൂട്ടാണ്. ഇനി വരുന്ന 2 ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ താഴോട്ട് വരുന്ന ബേസുകളാണ്. ഇതെല്ലാം 24 ഫ്ലൂട്ടുകളും ഉണ്ട്, മുഴുവനും ഉണ്ട്. ഇതൊക്കെ വരുന്ന ചെറിയ മീഡിയം വരുന്ന ഫ്ലൂട്ടുകളാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ചേർന്നിട്ട് 24 ഫ്ലൂട്ടിലുപരി ബിനിച്ചേട്ടൻ വേറൊരു ഫ്ലൂട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഒരുവിധപ്പെട്ട മിക്കുള്ള പ്രോഗ്രാം നടക്കുമ്പോഴേ ഞാൻ ഫ്ലൂട്ടിസ്റ്റുള്ള കയ്യിലൊക്കെ നോക്കാറുണ്ട്. അവരിലും ഇങ്ങനൊരു ഫ്ലൂട്ട് കാണാൻ വഴി കുറവാണ്. പക്ഷേ എന്താണ് വിദേശത്ത് പലരും ചൈന അല്ലെങ്കിൽ മറ്റു വരുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് ചെയ്ത് കാണുന്നുണ്ട്. എനിക്കതറിയാൻ ചെയ്യാം. യൂട്യൂബിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ശംഖുബാജി ഫ്ലൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോൺ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ടോണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിൻ്റെ ഒരു രീതിയിൽ ഞാൻ തന്നെയാണ് ബിനിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അങ്ങനെ തന്നെ ചെയ്ത് തന്നാൽ മതി എന്നുള്ളത്. പക്ഷേ വെസ്റ്റേൺ രീതിയിൽ ചെയ്യുമ്പോഴത്തേനും വേറെ കുറച്ച് മാറ്റം ഉണ്ടെന്ന് ബിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട്. എങ്കിൽ പോലും ഇത് ഇവിടുത്തെ നമ്മൾ വായിക്കുന്ന ഇവിടെ ഉള്ള എല്ലാ ഫ്ലൂട്ടിസ്റ്റുകളും ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ചെയ്തു തന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ വുഡിൽ തന്നെ ബിനിച്ചേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ട്. വേറെ 2 ഫ്ലൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഇത് വുഡിൽ ചെയ്തതാണ്. ഇത് ബേസാണിത്. അങ്ങനെ വേറെ കുറേ ഫ്ലൂട്ടുകൾ ഞാൻ ബിനിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അത് ചെയ്തു തരും, എനിക്കതറിയാം. കാര്യം ഇപ്പോൾ തന്നെ നിരവധി ബാരോഗ് റെക്കോർഡ് ഞാൻ ബിനിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് വർക്ക് ചെയ്ത് തരാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വർക്ക് ഇതുവരെ തുടങ്ങിയില്ല, സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം പുള്ളി എന്തായാലും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. കൺഫേമായിട്ട് പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി ഫ്ലൂട്ട് പോലുള്ള ഒത്തിരി ഇൻസ്ട്രുമെൻറ്റുകൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനടുത്ത്. കാര്യം എനിക്ക് ഫ്ലൂട്ട് മാത്രമല്ല എല്ലാ സംഗീത ഉപകരണങ്ങളും ഇഷ്ടമാണ്. അതിലുപരി ഇപ്പം പ്രധാനമായിട്ടും മെയിനായിട്ട് ഫ്ലൂട്ടാണ്. ഞങ്ങൾ ഒരു 3-4 പേര് എൻ്റെ സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും ഫ്യൂഷനൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. കീബോർഡ് വായിക്കുന്ന റോഷൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. നമ്മൾ രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ആര്യനാടുള്ളൊരു സുഹൃത്താണ് എൻ്റെ. മിഡിലൊരു പാട്ട് വായിച്ചേ. ഇതിലൊരു പാട്ട് വായിക്കും.
തീയുടെ മിഡിലാണിത്. ഇനി വേറൊരു എന്ത് തന്നെയായിരുന്നാലും ഇനിയും വിനിച്ചേട്ടൻ്റെ അടുത്ത ഫ്ലൂട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ വരും. അപ്പോൾ അതുപോലെ ഇനിയും മറ്റ് വീഡിയോകളൊക്കെ തന്നെ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ കാണാം.